ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇയാള് എന്താണ് എന്നോട് പറഞ്ഞു ആക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് ആൾ വിളിച്ചിട്ട് പറഞ്ഞത് മറ്റൊന്ന് ഞാൻ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജാസി വായ കൂടെ അങ്ങനെ ആരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു ആശയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുരാരി തന്ത്രിയെ കുറിച്ചുള്ള ന്യൂസാണ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ജാസി ഉണ്ടെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. തന്നെതിരെ ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ടെങ്കിൽ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് താനുണ്ടെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിലായിരുന്നു. ഇത് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ചിരി വരാം, അല്ലെങ്കിൽ അവരെന്തോ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളെന്താ പറയാതിരുന്നതെന്ന് ഒരുപാട് പേര് ഡൗട്ട് അടിക്കുന്നതായിരിക്കും. സോ അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിത് ഇങ്ങനത്തുള്ള ട്രെൻഡ് ഉണ്ടെങ്കിൽ ഒരുപാട് കണ്ടുവരുന്നതാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറേ പേരുണ്ടെങ്കിൽ രംഗത്ത് വരും. ഇതേ കണക്കുണ്ടെങ്കിൽ എനിക്കെതിരെ ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് രംഗത്ത് വരുന്ന ഇപ്പോഴത്തെ ഉള്ള ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുവരെ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും പറയേണ്ട. സോ എന്തായിരുന്നാലും ശരി, ഇതേ കണക്ക് തനിക്കൊരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി വക്ക് വരെ വന്നിട്ടുള്ളതാണ്. ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് പോകാൻ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ തനിക്കൊരു ഡൗട്ട് അടിച്ചു, അതുകൊണ്ടാണ് പോകാത്തതെന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ ഉണ്ടെങ്കിൽ ജാസി പറയുന്നത് എന്തായിരുന്നാലും ഇത് തള്ളാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. ഇതേ കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നതാണ്. അതല്ലെങ്കിൽ ഇനി ഓക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്കൊണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ന്യൂസ് ആകുമ്പോഴായിരിക്കും ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ പേര് ആൾക്കാർ വരുന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതിന് പകരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പറയുക. അതല്ലാതെ ഇത് മറച്ചു വെച്ചതിന് ശേഷം ഉണ്ട് ഇത് നമുക്ക് ഭയങ്കര ഫേമസ് ആയതിന് ശേഷം അല്ലെങ്കിൽ ആൾക്കാർ ഇതിനകത്തുള്ള കേസോട്ട് വരുമ്പോൾ മാത്രം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ മാത്രം നിൽക്കാതിരിക്കുക.